നമുക്കിന്നൊരു കോവയ്ക്കത്തോരൻ പഠിച്ചാലോ? ഇന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. ഷിജിമോള് രാവിലെ തന്നെ എണീറ്റ് മുറ്റത്തിറങ്ങി റെഡിയായി കിടന്ന് വെച്ച കോവയ്ക്കകളെല്ലാം പറിച്ചെടുത്തു. അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തുണ്ട്. നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ ചിരവിയത്, ഒരു മുറി തേങ്ങ, പിന്നെ വേപ്പില, ഉള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ചീനിച്ചട്ടിയോ പാനോ എന്ത് വേണേൽ യൂസ് ചെയ്യാം. ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ വേപ്പില ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് പച്ചമുളകും ഉള്ളിയും ഇടാവുന്നതാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും നമ്മുടെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങയ്ക്ക് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ ആയി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നവരെ അതൊന്ന് പാകമായി കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് കോവയ്ക്ക ആഡ് ചെയ്യാണ്ട് കോവയ്ക്ക ഒന്നിട്ട് പതുക്കെ ഒന്ന് മിക്സൊക്കെ ചെയ്ത് എല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് അത് തുറന്ന് അടപ്പ് മാറ്റി രണ്ടാമതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കോവയ്ക്ക റെഡിയാവും. കരിഞ്ഞു പോകാതെ നോക്കണം. എളുപ്പമാണ്. ഇതേ റെസിപ്പി തന്നെ നമുക്ക് ബാക്കിയുള്ള തോരനുകൾ ഉണ്ടാക്കാനും യൂസ് ചെയ്യാം.